എന്റെ ഭാര്യ വീട്ടുകാരെയും ദയവായി ഇനി നിങ്ങൾ ശല്യപ്പെടുത്തരുത്. എന്ന് കഷ്ടകാലത്തിന് നിങ്ങളുടെ വയറ്റിൽ വന്ന് ജനിച്ചു പോയ മകൻ ജയൻ. എടാ, ഇത് നേരിട്ടങ്ങ് പറഞ്ഞാ പോരെ, ഇതിനെന്തിനാ ഒരു ലെറ്റർ? ഇവരോടെ നേരിട്ട് പറഞ്ഞ് ഞാൻ മടുത്തു. ഇനി ദിവസവും രാവിലെ ഓരോ കത്തുകൾ എടുക്കാതെ വിചാരിക്കുക. അങ്ങനെ 1000 കത്തുകൾ. അതികൊടുത്താ ഈ അപേക്ഷ ഞാൻ ഒരു ഫയലിലും വയ്ക്കുന്നില്ല. ഇത് ഞാൻ ചവറ്റുകൂട്ടിലേക്ക് എറിയുവാ. നീ എവിടെയൊക്കെ ജീവിക്കുന്നോ അവിടെയൊക്കെ ജീവിത അവസാനം വരെ ഞാനും ഉണ്ടാവും നിന്റെ കൂടെ, നിന്റെ അന്തകമാതാവായിട്ട്. ലോകത്തുള്ള എല്ലാവർക്കും അമ്മ ദൈവമാണ്, എനിക്ക് മാത്രം എന്തൊക്കെയായി പോയി ഈശ്വര. അമ്മേ, ഞാൻ ഓഫീസിലേക്ക് പോയിട്ട് വരാം. എന്താ അമ്മേ? എടാ, ഞാൻ നിന്റെ ആരാന്ന്? അമ്മയ്ക്ക് എന്താ പറ്റിയേ? എനിക്ക് തലയ്ക്ക് സ്ഥിരമില്ലെന്ന് ചോദിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ നീ അങ്ങനെ തന്നെ ചോദിച്ചോ, എനിക്ക് ഒരു കുഴപ്പമില്ല. അല്ല, ചോദിച്ചിട്ട് നീ ഉത്തരം പറ. ഞാൻ നിന്റെ ആരാ? എന്റെ അമ്മ. വെറും അമ്മയല്ല, എന്റെ പുന്നാരമ്മ. എന്നാ പുന്നാരമ്മ നിന്നോട് ചോദിക്കുക, എത്ര ദിവസമായടാ നീയും മോളും തമ്മിൽ വഴക്കായിട്ട്? അതിപ്പോ ഇവിടെ മുഖത്ത് നോക്കടാ. എന്താടാ ബബ്ബ പഠിക്കുന്നേ? ചോദിച്ചതിന് മറുപടി പറ. നീയും മോളും തമ്മിൽ വഴക്കായിട്ട് എത്ര ദിവസമായിന്ന്? അത് ഞാൻ കണക്കൊന്നും എഴുതി വെച്ചിട്ടില്ല. നിനക്ക് നാണമില്ലേടാ? കല്യാണം കഴിഞ്ഞിട്ട് 4 മാസം പോലും ആയില്ല. ഏതാണ്ട് 4-5 മക്കളും ദാരിദ്ര്യവും പ്രാരാബ്ദവും ഒക്കെ ഉള്ള ഭാര്യ ഭർത്താക്കന്മാരെ പോലെ വഴക്ക്. അതിന് എനിക്കൊരു വഴക്കും ഇല്ലമ്മേ. വഴക്കിന് മോൾക്കാണെങ്കിൽ അത് മാറ്റാനുള്ള ഉത്തരവാദിത്വം ആർക്കാടാ? പല പ്രാവശ്യം ഞാനും വേണുവേട്ടനും മാറി മാറി പറഞ്ഞ് മടുത്തു. അതാ ഇത്ര ദേഷ്യം. ഭാര്യയും ഭർത്താവും തമ്മിൽ പിണക്കൊക്കെ ഉണ്ടാവും, അതൊക്കെ സ്വാഭാവികമാണ്. ഇതൊക്കെ ആരെങ്കിലും ഒരാള് വിചാരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. ഒന്ന് ക്ഷമിച്ചാ മതി, അപ്പൊ തീരും പ്രശ്നം. അമ്മേ, ഇതങ്ങനെയുള്ള വഴക്കൊന്നും അല്ലമ്മേ. എടേ, എങ്ങനെയുള്ള പഴക്കം ആയിക്കോട്ടെ, നീ ഒരാള് മാത്രം വിചാരിച്ചാ മതി, ഈ പിണക്കം തീർക്കാൻ പറ്റും. എടാ, അതൊരു പാവം കൊച്ചാടാ, ഒരു പാവ കുഞ്ഞിനെ പോലെ. അതിനങ്ങനെ വലിയ ലോകപരിചയമൊന്നുമില്ല. അതിന്റെ ലോകം പണ്ട് മുതല് നിന്നെ ചുറ്റിപ്പറ്റിയുള്ളതാടാ. നീ ആ കൊച്ചിന്റെ ലോകം അത് മുൻകൈ എടുത്തിട്ടാടാ നിന്നെ കല്യാണം കഴിച്ചത്. അത്ര സ്നേഹം അതിന് നിന്നോട്. അതിനെ കണ്ണീര് കുടിപ്പിക്കല്ലടാ. അമ്മയുടെ പൊന്നു മോനല്ലേ, ഇനി വഴക്ക് നീട്ടിക്കൊണ്ട് പോവരുത്. നിന്റെയും ആ കുഞ്ഞിന്റെയും സങ്കടം കാണാൻ വയ്യ മോനെ. എന്തുണ്ടെങ്കിലും ഇന്ന് തന്നെ പറഞ്ഞു തീർക്കണം, ഇന്ന് തന്നെ. എന്താ മാഡം പ്രശ്നം? മാഡം, സാന്ദ്ര, ഡ്രൈവർ ഇവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് പോയിരിക്കുന്നു. വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. ഓക്കെ, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ മാഡം. മാഡം,
ഞാൻ ഓഫീസിൽ കൊണ്ടാക്കാം മാഡം. വേണ്ട. മാഡം വന്ന് കാറിൽ കയറ്. വേണ്ടെന്ന് പറഞ്ഞില്ലേ. എന്റെ ഡ്രൈവർ വരട്ടെ. മാഡം അയാൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് പോയി കാണും. മാഡം കാറിൽ കയറ്. ഇല്ല, ഞാൻ വരുന്നില്ല. പിണക്കം അങ്ങനെ തന്നെ നിൽക്കട്ടെ മാഡം. ഓഫീസിൽ പോകാനുള്ളതല്ലേ. മാഡം വാ. ഇല്ലെന്ന് പറഞ്ഞില്ലേ. എന്താ ഇവിടെ? എന്താ മോളെ? ഒന്നുമില്ല അങ്കിൾ, ഡ്രൈവർ വന്നില്ല. ഞങ്ങൾ അത് പറയായിരുന്നു. അതിനിപ്പോ എന്താ? ഇവനിവിടെ ഉണ്ടല്ലോ. നിങ്ങൾ ഒരുമിച്ച് പോ, അതല്ലേ നല്ലത്. ശരി അങ്കിൾ. ഇതുവരെ മഞ്ഞുരുകി തുടങ്ങിയിട്ടില്ല. എന്നാണാവോ ഇവരുടെ വഴക്ക് മാറുന്നത്?